ലവ് ജിഹാദ് ഉണ്ട് എന്ന് ഇന്നലെ, ലവ് ജിഹാദ് ഇല്ല എന്ന് ഇന്ന്. നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി പിടിപ്പിച്ച രാഷ്ട്രീയ നേതാക്കൾ. ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയോ? തീവ്രവാദ ഇസ്ലാമിസ്റ്റുകളെ പ്രീതിപ്പെടുത്താൻ ഇത്രമാത്രം അധപതിക്കരുത്. നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത്? ജിഹാദികളോട് ചേർന്ന് പരമാവധി മിശ്ര വിവാഹം നടത്തി മറ്റു മതങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെ ജിഹാദികളുടെ കൂടാരത്തിലേക്ക് അയക്കുന്ന ഏജന്റുമാരാകുകയാണോ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെന്ന് പൊതുസമൂഹം സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ട്. അത്തരത്തിലാണ് കഴിഞ്ഞ ദിവസം ലവ് ജിഹാദ് വിഷയത്തിൽ ഇവിടുത്തെ ഇടത് വലത് നേതാക്കൾ നടത്തിയ പ്രസ്താവനകളും അതിന്റെ പേരിൽ അവർ നടത്തിയ ഉരുണ്ടുകളിൽ. ഇക്കഴിഞ്ഞ ദിവസം ലവ് ജിഹാദിന് സമാനമായ കാര്യങ്ങൾ കേരളത്തിൽ ചിലയിടങ്ങളിൽ സംഭവിക്കുന്നുണ്ട് എന്നും വിദ്യാസമ്പന്നരായ യുവതികളെ മതം മാറ്റാൻ ചിലർ പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഇത് പാർട്ടി രേഖയിൽ കൃത്യമായി ഉണ്ടെന്നും പറഞ്ഞത് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് എം തോമസ് ആണ്. കോഴിക്കോട് കോടഞ്ചേരിയിലെ ഷിജിന്റെയും ജോയ്സിനയുടെയും വിവാഹം പ്രദേശത്തെ മതമൈത്രിക്ക് അപകടമുണ്ടാക്കിയെന്നും ഇദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. കോടഞ്ചേരിയിൽ മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങളിലായ 2 പേർ പ്രണയത്തിലായതും ഇതേ തുടർന്ന് ഇവരെ കാണാതായതും പ്രദേശത്ത് വലിയ വിവാദമായിരുന്നു. കോടഞ്ചേരിയിൽ ക്രൈസ്തവ സമുദായത്തിലെ പെൺകുട്ടിയെ കാണാതായതിന്റെ പേരിൽ ക്രൈസ്തവ സമൂഹത്തിന്റെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഒരു വിഭാഗം ആളുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും പ്രതിഷേധവുമൊക്കെ നടത്തിയിരുന്നു. ഈ സംഭവത്തിൽ കാണാതായ ചെറുപ്പക്കാരൻ CPMന്റെ പ്രാദേശിക നേതാവ് കൂടിയാണ്. ഈ വിഷയത്തെപ്പറ്റി അഭിപ്രായം ചോദിച്ചവരോടാണ് കേരളത്തിൽ ലവ് ജിഹാദ് യഥാർത്ഥമാണെന്നും ജോർജൻ തോമസ് പറഞ്ഞത്. പെൺകുട്ടി വളരെ കാലം വിദേശത്തായിരുന്നെന്നും ഇവിടെ എത്തി പെട്ടെന്ന് പ്രണയത്തിലായത് എങ്ങനെയെന്ന് മനസ്സിലാകുന്നില്ലെന്നും ജോർജൻ തോമസ് പറയുകയുണ്ടായി. ജോർജൻ തോമസിന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ വളരെ പെട്ടെന്ന് സ്വന്തം പാർട്ടിയിലെ തന്നെ നേതാക്കളും പാർട്ടി യുവജന സംഘടനയുമൊക്കെ രംഗത്ത് വരികയായിരുന്നു. മാത്രമല്ല, പ്രതിപക്ഷത്തെ പ്രമുഖ പാർട്ടിയായ കോൺഗ്രസിന്റെ യുവ നേതാവ് VT ബൽറാമും കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് ശരിക്കും പലരെയും ഞെട്ടിച്ചു കളഞ്ഞു. ഇവിടെ ലവ് ജിഹാദ് ഇല്ല, ജോർജൻ തോമസിന് തെറ്റിപ്പോയതാണ്, നാക്കുപിഴയാണെന്നാണ് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ ഇന്ന് പറഞ്ഞത്. ലവ് ജിഹാദ് എന്ന വാക്ക് നുണബോംബാണെന്നാണ് മുഖ്യമന്ത്രിയുടെ മരുമകൻ റിയാസ് പറഞ്ഞത്. കോടഞ്ചേരി വിഷയത്തിൽ ഒരു തെറ്റുമില്ല. അവർ പ്രണയിച്ച് കല്യാണം കഴിച്ചു. മാക്സിമം മിശ്ര വിവാഹം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ നയം. മതേതര വിവാഹങ്ങളോട് കൂടെയാണ് പാർട്ടി എന്നും ഷിജിനാണ് തങ്ങളുടെ പിന്തുണയെന്നും CPM യുവജന സംഘടനയായ DYFAയും പറഞ്ഞു കഴിഞ്ഞു. ലവ് ജിഹാദ് എന്നത് സംഘപരിവാർ അജണ്ട മാത്രമാണ് എന്നാണ് കേരള പ്രദേശ് കോൺഗ്രസിന്റെ ഉപാധ്യക്ഷൻ VT ബൽറാമിന്റെ കണ്ടെത്തൽ. ഇതെല്ലാം കേട്ടപ്പോൾ ജോർജൻ തോമസിനും തന്റെ നിലപാടിൽ നിന്നും മലക്കം അറിയേണ്ടി വന്നു. താൻ പറഞ്ഞത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടെന്ന് പറഞ്ഞ് അദ്ദേഹം തടി തപ്പി. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് മത തീവ്ര ഇസ്ലാമിനോടുള്ള പ്രീണനം കാരണം ഇവിടുത്തെ പ്രബല രാഷ്ട്രീയ പാർട്ടികളെല്ലാം ജിഹാദി സംഘടനകളുമായി പുലർത്തുന്ന രഹസ്യ അന്തർധാരയെക്കുറിച്ചല്ലേ? ജിഹാദികളുടെയും മുസ്ലിം തീവ്രവാദ സംഘടനകളുടെയും ഒക്കെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്നു ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ. അവരെയൊക്കെ നിയന്ത്രിക്കുന്നത് ഈ തീവ്രവാദ ഗ്രൂപ്പുകളായതിനാൽ തന്നെ ഇന്നലെ പറഞ്ഞത് ഇന്ന് മാറ്റി പറയേണ്ടി വരുന്നു. ജിഹാദികളെ പിണക്കി മുന്നോട്ട് പോകാൻ ഇവിടുത്തെ ഒരു പാർട്ടിക്കും കഴിയാത്ത ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഈ പാർട്ടികളെ പണം കൊണ്ടും ആളുകൊണ്ടും നിയന്ത്രിക്കുന്നത് തീവ്രവാദ മത സംഘടനകളായി കഴിഞ്ഞു. ജോർജൻ തോമസും പറഞ്ഞിരിക്കുന്നു ഇക്കാര്യങ്ങൾ CPM രേഖയിൽ തന്നെയുണ്ടെന്ന്. സത്യത്തിൽ ജോർജൻ തോമസിന് ഓർമ്മപ്പെശകോ നാക്കുപഴയോ പറ്റിയിട്ടില്ല. കാതുള്ള കേൾവിയുള്ള മാലോകരെല്ലാം കേട്ടതാണ് അദ്ദേഹത്തിന്റെ വ്യക്തതയും സ്ഫുടവുമായ വാക്കുകൾ. പാർട്ടി സർക്കുലറിൽ എഴുതപ്പെട്ട ഒന്നാണ് ലവ് ജിഹാദ് എന്ന ആരോപണമെന്നാണ് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞത്. എന്തായാലും ജിഹാദിവൽക്കരണം വളരെ വേഗത്തിൽ കേരളത്തിൽ നടക്കുന്നു എന്നത് ഉറപ്പാണ്. അതിന് പിന്തുണ നൽകുന്നതോ ഇവിടുത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ തന്നെ. അതിനാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക എന്ന ദൗത്യം നമ്മൾ തന്നെ ഏറ്റെടുത്താൽ നമുക്കും കുഞ്ഞുങ്ങൾക്കും ഇവിടെ ജീവിക്കാം. അല്ലെങ്കിൽ അധികം വൈകാതെ കേരളത്തിൽ നിന്ന് പലായനം ചെയ്യാം.